CPM എന്തിനാണ് കെ.സി. വേണുഗോപാലിനെ ഇത്രത്തോളം കടന്നാക്രമിക്കുന്നത്? കെ.സി. വേണുഗോപാലിനെ യഥാർത്ഥത്തിൽ CPM ഭയക്കുന്നത് കൊണ്ടാണ് ഓരോ വിഷയങ്ങളിലും ഇത്തരത്തിൽ കെ.സിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴായി പാളിപ്പോകുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ വലിയൊരു കൊള്ളയിൽ കെ.സി. വേണുഗോപാലിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന CPMന്റെ ഒരു നീക്കങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കണ്ടിരുന്നു. ഈ പറയുന്ന പോറ്റിയെ കയറ്റിയത് കെ.സി. വേണുഗോപാലിന്റെ കാലത്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ വരെ ആ ഒരു സമയത്ത് നടന്നു. അത് നടക്കാതെ പോയതുകൊണ്ട് പിന്നീട് കെ.സി. വേണുഗോപാലിന്റെ കാലത്ത് നടന്ന ദേവസ്വം ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കുറ്റക്കാരനാകാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ CPM എന്തിനാണ് കെ.സി ഇത്രത്തോളം ഭയക്കുന്നത്? അല്ല, കെ.സി. വേണുഗോപാലിന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. കെ.സി. വേണുഗോപാൽ ആരാണ് എന്ന് നമ്മൾ ആദ്യമേ തിരിച്ചറിയണം. കോൺഗ്രസിന് ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആക്ഷേപം ലഭിക്കുന്നത് ദേശീയ സെക്രട്ടറി എന്തിനാണ് കേരളത്തിൽ വന്നിട്ട് രാഷ്ട്രീയം കളിക്കുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ കെ.സി. വേണുഗോപാലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ എന്തൊരു വിഷയത്തിലാണെങ്കിലും നിങ്ങളുടെ ദേശീയ സെക്രട്ടറി എത്തി കെ.സി. വേണുഗോപാലാണ് കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുള്ള ഒരുപാട് പ്രചരണങ്ങൾ CPMന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാലിനെ കേന്ദ്ര നേതൃത്വമായിട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഹോൾഡ്. ആ ഹോൾഡ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പിണറായി വിജയൻ ആണെങ്കിലും സംഘവും ഇത്രത്തോളം ഭയപ്പെടുന്നതും അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പൂട്ടണം എന്ന് വിചാരിക്കുന്നതും. കാരണം കെ.സി. വേണുഗോപാൽ പറയുന്നതൊക്കെ കേരളത്തിൽ നടപ്പാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കെ.സി. വേണുഗോപാൽ കേരളത്തിലെ MP ആണ്, ആലപ്പുഴയിൽ നിന്നുള്ള MP ആണ്. അല്ല, ഇവിടെ ഈ പറയുന്ന ഇദ്ദേഹം പറയുന്നതൊക്കെ നടപ്പിലാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ബജറ്റ് അവതരണത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് അവതരണത്തിന് ശേഷം ഇത്തരത്തിൽ BJPയും CPMും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസിൽ നിന്നും കുറെ MP അവിടെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന BJPയിൽ നിന്നും കേരളത്തിൽ നിന്ന് MP ഈ പറയുന്ന CPMനും കേരളത്തിൽ നിന്ന് MP എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും കോൺഗ്രസിലെ MP കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കെ.സി. വേണുഗോപാലിന്റെ കാര്യം എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് മണ്ഡലത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം ആലപ്പുഴയിലൂടെ പോകുന്ന തീരദേശ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 10 വർഷമായിട്ട് അനിശ്ചിതത്വത്തിൽ കിടക്കുന്ന ഒരു പദ്ധതി, അതായത് നീണ്ടൊരു പദ്ധതിയാണ്. ആ തീരദേശ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ആ പദ്ധതി 3 തവണയായിട്ട് നടത്താൻ വേണ്ടിയിട്ടും, അതായത് 3 ഘട്ടങ്ങളിലായിട്ട് നടത്താൻ വേണ്ടിയിട്ട് 10 വർഷമായിട്ട് അനിശ്ചിതത്തിൽ പോയൊരു പദ്ധതിയാണ്. നടപ്പാകത്തില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ച ഒരു പദ്ധതിയാണ്. പക്ഷേ ഈ പദ്ധതി ഇത്രത്തോളം നമുക്കറിയാം, കെ.സി. വേണുഗോപാൽ MPയുടെ കൃത്യമായ ഇടപെടൽ ഈ ഒരു പദ്ധതിയുടെ പിന്നിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എല്ലായ്പ്പോഴും പോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വന്നൊരു പദ്ധതി അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ MPയുടെ നേതൃത്വത്തിലുള്ള പദ്ധതിയുടെയും പിതൃത്വം സ്വീകരിക്കാൻ CPM മുന്നിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമാണല്ലോ. ഒരു പദ്ധതി ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആ ഭരിക്കുന്ന ആളുകൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അത് ഏറ്റെടുക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടുത്തെ വിഴിഞ്ഞം പദ്ധതി ആണെങ്കിലും ഇവിടുത്തെ തീരദേശ റോഡുകളാണെങ്കിലും എല്ലാം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളുണ്ട്. കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള MP കൃത്യമായിട്ട് അത് പറഞ്ഞെങ്കിൽ മാത്രമേ ആ പദ്ധതികൾ വരികയുള്ളൂ. അല്ലാതെ കേരളത്തിൽ നിന്ന് പോകുന്ന MP വായും പൂട്ടി അവിടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു പദ്ധതിയും കേരളത്തിലേക്ക് വരത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തിനാണ് കേന്ദ്രത്തിലേക്ക് മിണ്ടാതെ അവിടെ പാർലമെന്റിൽ ചെന്നിരിക്കാനാണോ ഈ പദ്ധതികൾ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കുന്നില്ല ഇവിടേക്ക് വരുന്ന പദ്ധതികളിൽ ഭൂരിപക്ഷവും കേന്ദ്ര പദ്ധതികളാണ്. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ് റീൽസിന് വേണ്ടി ലക്ഷങ്ങളൊക്കെ ചെലവഴിച്ച് അദ്ദേഹം തീരദേശത്തെ റോഡുകളിലൊക്കെ പോയിട്ട് ഇതാ കണ്ടോ, ഇതാണ് പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തു കാണിച്ചുള്ള പദ്ധതികളൊക്കെ ഇവിടുത്തെ കേരളത്തിലെ MP കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതെ, അതിൽ തന്നെയും ചെറിയ ചെറിയ പിഴവുകൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊളിവുകൾ സംഭവിക്കുമ്പോൾ അതൊന്നും തങ്ങളുടേതല്ല. അവിടെയാണ് രസകരമായിട്ട് അതിനു മുമ്പോട്ട് വരെ റെയിലിലൂടെ ഇതാണ് കേരളത്തിന്റെ ഭരണ നേട്ടം, ഭരണ വികസന നേട്ടം എന്ന് എടുത്തു കാണിച്ചത്. 2 ദിവസമായപ്പോൾ റോഡ് ഇടിഞ്ഞു വീഴപ്പോഴത്തേക്കും ഇത് കണ്ടോ, കേന്ദ്ര സർക്കാർ നിർമ്മിച്ച റോഡ്, കേരളത്തിന് വേണ്ടിയിട്ട് ഇത്രയും മോശപ്പെട്ട റോഡാണ് കേന്ദ്ര സർക്കാർ നിർമ്മിച്ചത് എന്ന് പറഞ്ഞ പ്ലേറ്റ് മാറ്റുന്ന നമ്മൾ കണ്ടതാണ് വളരെ രസകരമായിട്ട്. അപ്പോൾ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ മണ്ഡലത്തിന് വേണ്ടി മാത്രമല്ല, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാക്കാൻ പോകുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെയാണ്. കാരണം യാത്രാ സൗകര്യം, ഇപ്പോൾ നമുക്കറിയാം ആലപ്പുഴയിൽ നിന്നും പോകുന്ന റെയിൽപാതയാണെങ്കിലും ഒറ്റവരി റെയിൽപാതയാണ്. അപ്പോൾ ആ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ഇതാണ്. ഇപ്പോൾ ഇരട്ട വരിയാകുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് കൂടുതൽ ഗതാഗത സൗകര്യങ്ങൾ അതിലൂടെ ഉണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് 10 വർഷമായിട്ട് ഇതിനു മുമ്പിട്ട് അവിടെ MP ഉണ്ടായിരുന്നു. നമുക്കറിയാം ആലപ്പുഴയിൽ ആരായിരുന്നു MP എന്ന്. അപ്പോൾ ഇതിനു മുമ്പോട്ട് എംപിമാരുണ്ടായിരുന്നു. അവർക്ക് നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പാക്കാൻ കെ.സി. വേണുഗോപാലിന് കഴിയുന്നുണ്ട് എന്നതൊരു
യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് KCയെ പലപ്പോഴും CPM ഭയക്കുന്നത്. അത് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഏത് കാര്യത്തിലാണെങ്കിലും പെട്ടെന്ന് സെറ്റിൽമെന്റുകൾ ചെയ്യാൻ KC വേണുഗോപാൽ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ വിഴുങ്ങുന്നു എന്ന് പറഞ്ഞ ഒരു അഭ്യൂഹങ്ങൾ ഒരു സമയത്ത് വലിയ രീതിയിലായത്. അതായത് കോൺഗ്രസിലുള്ളവരെ പോലും KCക്കെതിരെ പ്രവർത്തിപ്പിക്കാനുള്ള കൃത്യമായ പദ്ധതികളും കൃത്യമായ ഇടപെടലുകളും നടന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് പിന്നാലെയാണ് ഈ പറയുന്നത് പോലെ KCക്കെതിരെ വരുന്ന ഓരോ നീക്കങ്ങളെയും കൃത്യമായി തടയിടാൻ കോൺഗ്രസ് പാർട്ടി തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അത് സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ കീ പോസ്റ്റിൽ ഇരിക്കുന്നവർക്കാണ് പവർ കൂടുതൽ. മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. പിന്നെ ദേശീയ പ്രസിഡന്റ്, അങ്ങനെ പോകുമ്പോൾ ഈ പ്രസിഡൻഷ്യൽ പോസ്റ്റുകൾക്ക് പ്രത്യേക പദവികളുണ്ട്. അപ്പോൾ ഈ കീ പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ഭരണ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ പാർട്ടിയെ നിയന്ത്രിക്കാനുള്ള ചാലക ശക്തിയായിട്ട് ഇവർ മാറും. ഇപ്പോൾ KC വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അതായത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. സംഘടനാ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനയെ ചലിപ്പിക്കാനുള്ള ചാലക ശക്തിയാണ് KC വേണുഗോപാൽ. ഇപ്പോൾ കേരളത്തിലെ സംഘടനാ ശക്തിയാണെങ്കിലും അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ KC വേണുഗോപാൽ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ എന്ത് വിഷയമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇടപെടാം. കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയാണ്. കേരളത്തിൽ ഇനി അടുത്ത വട്ടം കോൺഗ്രസ് തോക്കുകയാണെങ്കിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പഴി കിട്ടാൻ പോകുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലമാണ്, സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്താണ് തോറ്റുള്ളത്. അതായത് ദേശീയ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി MP ആയിട്ട് മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ മാത്രമല്ല, ആ ഒരു സംസ്ഥാനത്ത് അധികാരം പിടിക്കാൻ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുന്നത് എന്നൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് രാഷ്ട്രീയത്തിൽ എപ്പോഴും KC വേണുഗോപാൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് KCയെ തകർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ KCയും മറ്റ് നേതാക്കന്മാരും തമ്മിൽ സംഘർഷങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് നിരവധി നേതാക്കന്മാരാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവുണ്ട്, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയുണ്ട്, സുധാകരനുണ്ട്, മുരളീധരനുണ്ട്, അങ്ങനെ മുതിർന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഇവരും KC വേണുഗോപാലും തമ്മിൽ തെറ്റിയിരിക്കുകയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളായിരുന്നു A ഗ്രൂപ്പും I ഗ്രൂപ്പും. ഒന്ന് ഉമ്മൻചാണ്ടിയുടെയും ഒന്ന് രമേശ് ചെന്നിത്തലയുടെയും. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ സമവാക്യങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഇത് എനിക്കൊന്ന് ഉമ്മൻചാണ്ടിയുടെ ഒരു കാലഘട്ടത്തിന് ശേഷം A ഗ്രൂപ്പ് വളരെയധികം സ്പ്ലിറ്റായി പോയി. പിന്നീട് I ഗ്രൂപ്പ് ക്ഷയിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും പിന്നീട് പോയി കാണുന്നത് KC വേണുഗോപാലിനെ തന്നെയാണ്. അപ്പോൾ ഈ നേതാക്കന്മാർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ട്, അവർ തമ്മിൽ വഴക്കാണ് എന്ന് CPM-ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നീട് അണികൾ നോക്കിക്കോളും. അണികളാണല്ലോ പിന്നീടുണ്ടാകുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളാണെങ്കിലും അത് ഇവർക്കെല്ലാം ഓരോ നേതാക്കന്മാരെയും വളരെയധികം ഇഷ്ടമായിരിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇഷ്ടമുള്ള ഒരുപാട് നേതാക്കന്മാർ കാണും, അതേപോലെ തന്നെ സോണിയാഗാന്ധി ഇഷ്ടമുള്ള ഒരുപാട് നേതാക്കന്മാർ കാണും, പ്രിയങ്ക ഗാന്ധി ഇഷ്ടമുള്ള നേതാക്കന്മാർ കാണും. ഓരോരുത്തർക്കും പ്രത്യേക ഫാൻ ബേസുകൾ കാണും. ഇപ്പോൾ സുധാകരന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ച് ആളുകളുണ്ട്, VD സതീശന് കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ നേതാക്കന്മാരെയാണ് കുറ്റം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പോയി കമന്റ് ഇട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങളാക്കി മാറ്റും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നേതാക്കന്മാർ പരസ്യമായിട്ടൊന്നും ഇതിനെപ്പറ്റി ഒരു വിമർശനം പോലും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ പങ്കുവെക്കുന്ന ഫോട്ടോകൾ എന്താണ്, കൂട്ടത്തോടെ എല്ലാവരും കൂടെ നിന്ന് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഫോട്ടോകളാണ് ഇടുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു പോസ്റ്റ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്, ഫേക്ക് പോസ്റ്റുകൾ ഒരുപാട് വരും. എനിക്കൊരു ഹായ് തരാമോ കൂട്ടുകാരെ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ്. VD സതീശൻ പറഞ്ഞത് കേട്ടോ, VD സതീശൻ KC വേണുഗോപാലിനെ പറ്റി പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്നിട്ട് രണ്ടുപേരെയും ചീത്ത വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് അണികൾ തമ്മിൽ അതിനകത്തൊരു ഫൈറ്റാണ്. KCക്ക് വേണ്ടി ഒരു ഭാഗം വാദിക്കും, VD സതീശന് വേണ്ടി ഒരു ഭാഗം വാദിക്കും, അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഒരു മാറ്റം വരുന്നത്. എന്താണെങ്കിലും അദ്ദേഹം ആലപ്പുഴയിൽ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഫലമാണ് ഇത്തരത്തിലുള്ള 10 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളൊക്കെ വീണ്ടും നടപ്പിലാക്കാൻ കഴിയുന്നത്.